ഖംസും മിനൻ നളർ ഇബാദ, 5 നോട്ടം ഇബാദത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 5 നോട്ടം നോക്കിക്കോളൂ. ഒന്ന് അന്നളറു ഇലൽ മുസ്ഹഫ്, മുസ്ഹഫിലേക്കുള്ള നോട്ടം. സ്വഹാബത്തിന് ഇത്ര അധികം ഇഷ്ടമുള്ള ഒരു നോട്ടം ഉണ്ടായിരുന്നില്ല. ഇമാം നബി തങ്ങൾ പറയുന്നുണ്ട് അത്തിബിയാനില്, കാനൂ യക്റഹൂന അൻ യഖ്റുജ യൗമുൻ ലം യുൻദർ ഫിൽ മുസ്ഹഫ്. മുസ്ഹഫിലേക്ക് നോക്കാത്തൊരു ദിവസം കഴിഞ്ഞു കിടക്കുക സ്വഹാബത്തിന് വെറുപ്പായിരുന്നു. നമ്മൾ പെരുന്നാളിന്റെ അന്ന് ആഘോഷം കഴിഞ്ഞ് പിറ്റേന്ന് സുബഹിസ്കാരം കഴിഞ്ഞ് കട്ടൻ ചായയും കയ്യിൽ പിടിച്ച് ഇങ്ങനെ പെണ്ണുങ്ങളോട് വെച്ചു, പത്രം എവിടെ? അന്ന് പത്രം ഉണ്ടാവൂല, ഇന്നലെ പെരുന്നാളാ, എന്നാ അവധിയാണ്. അപ്പൊ നമ്മൾ ചൊറിയാൻ തുടങ്ങി. ഈ പത്രക്കാർക്ക് എന്നു തന്നെ പണി, ഓരും മനുഷ്യന്മാരും മലക്കളാ, ഓൽക്കും വേണ്ട ലീവ്, ഓൽക്ക് എന്നത് ലീവാക്കുന്ന പൈസ വാങ്ങുന്നിടത്ത് ഫുള്ളായിട്ട് ഒരു വാങ്ങും ചെയ്യും. ഒരു ദിവസം ആ പത്രം ഇല്ലാതെ കണ്ടപ്പോഴേക്ക് വേറെ പല മാർഗങ്ങളുണ്ടല്ലോ വാർത്തറിയാൻ, എന്നാലും നമുക്കൊരു മടുപ്പ്. സ്വഹാബത്തിന് വെറുപ്പ്, ഒരു ദിവസം ഖുർആനിലേക്ക് നോക്കാത്തൊരു ദിവസം ഉണ്ടെങ്കിൽ വല്ലാത്ത വെറുപ്പായിരുന്നു. കാനൂ യക്റഹൂന അൻ യഖ്റുജ യൗമുൻ ലം യുൻദർ ഫിൽ മുസ്ഹഫ്. അന്ന് ഇന്നും കൂട്ടണം. അന്ന് നമ്മളെപ്പോലെ യഥേട്ടം ഖുർആനിന്റെ കോപ്പികൾ അവരെ വീട്ടിലില്ല. എല്ലിൽ എഴുതി വെച്ചതാണ്, തോലിൽ എഴുതി വെച്ചതാണ്, മരക്കഷ്ണങ്ങളിൽ എഴുതി വെച്ചതാണ്, പലരും എഴുതിക്കുറിച്ച് വെച്ചതാണ്. ഫുള്ളായിട്ടൊരു ഖുർആൻ 7 കോപ്പികൾ ശരിക്ക് എഴുതി ഉണ്ടാക്കിയത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. അതിനു മുമ്പും സ്വഹാബത്തിന് ഏറ്റവും വലിയ താല്പര്യമുള്ള നോട്ടം അള്ളാഹുവിന്റെ ഖുർആനിലേക്കാണ്. എല്ലിൽ എഴുതി വെച്ച ഖുർആൻ, തോലിൽ എഴുതി വെച്ച ഖുർആൻ, മരത്തിൽ എഴുതി വെച്ച ഖുർആൻ, അത് നോക്കിയിട്ട് അവർ ഓതുകയാണ്. എല്ലാ ദിവസവും എടുത്തു നോക്കുകയാണ്. 5 നോട്ടങ്ങൾ പതിവാക്കിക്കോ. ഒന്ന് മുസാഫിലേക്കുള്ള നോട്ടം. മറ്റൊരു നോട്ടം ഏതാണെന്നറിയോ? അന്നളുറു ഇലാ വജ്ഹിൽ വാലിദൈൻ, മാതാപിതാക്കളെ മുഖത്തേക്കുള്ള നോട്ടം. ആ നോട്ടം ഇബാദത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഉമ്മാന്റെ മുഖത്ത് കൂടുതൽ നോക്കാം, അല്ല വാപ്പാരെ മുഖത്ത് നോക്കി. എന്താണോ നോക്കണത്? ബാപ്പ എന്നലത്തെ വാതിൽ ഉസ്താദ് നിങ്ങളെ മുഖത്തേക്ക് നോക്കാം, മതി നോക്കി, ഇനി നാളെ നോക്കിക്കൊണ്ട്. അല്ല, അത് നിങ്ങൾ പറഞ്ഞു, നിങ്ങളെ മുഖത്തേക്ക് നോക്കിയാ വലിയ കൂലിയാണ്. ഉമ്മാന്റെയും വാപ്പാന്റെയും മുഖത്ത് ഇങ്ങനെ നോക്കുന്നതിന് ഒരു നോട്ടത്തിന് ഒരു ഹജ്ജിന്റെ കൂലിയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ, ഞാൻ 100 നോട്ടം നോക്കിയാലോ? ലക മിഅതു ഹജ്ജ, 100 ഹജ്ജിന്റെ കൂലി നിനക്കുണ്ട്. അതുകൊണ്ട് ഹജ്ജിന് പോണ്ടെന്നല്ല, ഹജ്ജിന്റെ കൂലി ഉണ്ടെന്നാണ്. കൂലി ഉണ്ട് പറഞ്ഞാൽ ഹജ്ജിന്റെ ബാധ്യത വീടിന്നല്ല, അത് വേറെ. അങ്ങനെ മനസ്സിലാക്കരുത്, അത് കൂലിയാണ്, മഹത്വമാണ് ആ പറഞ്ഞത്. ഹജ്ജിന്റെ ബാധ്യത അത് വേറെയാണ്, അത് പോയിട്ട് തന്നെ നിർവഹിക്കേണ്ടതാണ്. ഇതതിന്റെ കൂലി ഇവിടെ കിട്ടാണ്, അത് ചെറുതല്ല വലുതാണ്. അപ്പൊ അവരെ മുഖത്തേക്ക് ഇങ്ങനെ നോക്ക്. മൂന്നാമത്തൊരു നോട്ടം അന്നളുറു ഇലൽ കഅബ, കഅബയിലേക്കുള്ള നോട്ടം ഇബാദത്താണെന്ന് ഖാല റസൂലുള്ളാഹി. ചില ഉംറക്ക് പോണവർക്കൊക്കെ അവിടെ പോയിട്ട് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. അങ്ങനെ വിഷയമുണ്ട്. കുറെ ആൾക്കാർ ഷോപ്പിങ്ങിന് പോകാൻ നായിനും മഞ്ചേരി പോയപ്പോൾ അവിടെ പോണം. എത്ര ഹൈപ്പർ മാർക്കറ്റാ തുറന്ന് കയ്യും കണക്കില്ലത്. അത് നമുക്ക് ആൾക്കാർക്ക് ആവശ്യമുള്ളവർക്ക് പോകാനല്ലേ. ഇത് മക്കത്ത് പോയിട്ടും പിന്നെ ഉള്ള സമയം ഷോപ്പിങ്ങിന് ചെലവാക്കാന്നാണ് അതിനപ്പോ പോണ്. ഒഴിവുള്ള നേരണ്ടോ കാബയിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കുക. എത്ര സെക്കൻഡ് നീ നോക്കുന്നുണ്ടോ ഇബാദത്തിനൊക്കെ രേഖപ്പെടുത്തപ്പെടുകയാണ്. പോരാത്തത് കാബയിലേക്ക് നോക്കിയിട്ട് ജീവിതത്തിലെ 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലക്കാലം കാബയിലേക്ക് അധിക സമയവും നോക്കിയിരുന്നിട്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത എത്ര മഹാന്മാരുണ്ട്. ഒഴിവ് കിട്ടുന്ന നേരത്തൊക്കെ പോയിരുന്ന് നോക്കുകയാണ്. ഉറക്കം വരുന്നത് വരെ കാബയിലേക്ക് വിടാതെ നോക്കുകയാണ്. ആ കാബയിലേക്കുള്ള നോട്ടം നോക്കാൻ ഇനി കഴിയില്ലല്ലോ എന്ന നിലക്കാണ് വിദാഇന്റെ തവാഫ് നടക്കുമ്പോൾ കണ്ടമിടറി പൊട്ടിക്കരയാറുള്ളത്. 40 ദിവസത്തോളം കഅബ നിന്നെ ഞാൻ അനുഭവിച്ചു. അതിലൊരു 10 ദിവസം മദീനയിലായിരുന്നു, ബാക്കി 30 ദിവസവും നിന്നെ നോക്കി. ഓരോ വക്തിന്റെ നേരത്തും നിസ്കരിക്കാൻ വരുമ്പോ നിന്നെ നോക്കി, മത്താഫിൽ തവാഫ് ചെയ്യുമ്പോൾ നിന്നെ നോക്കി, മസ്അയിൽ സഫയിലും മർവയിലും എത്തുമ്പോ നിന്നെ നോക്കി, എല്ലാ ഘട്ടങ്ങളിലും നിന്നെ നോക്കി, പരിസരത്തുള്ള ഏത് വാതിൽക്കൽ നിന്നപ്പോഴും നിന്നെ നോക്കി, സംസമിൽ നിൽക്കുമ്പോഴും നിന്നെ നോക്കി. ഇനി ആ നോട്ടത്തിന് എനിക്ക് ചാൻസ് ഇല്ലല്ലോ.
ഇത് ചിന്തിക്കുമ്പോഴാണ് വിശ്വാസിയുടെ കൽബ് പൊട്ടിയിട്ട് അവന്റെ കണ്ണിലൂടെ അശ്രുകണങ്ങൾ പൊഴിച്ചു വരുന്നത്. ആ ഒരു നോട്ടം ഇബാദത്താണ്. മറ്റൊരു നോട്ടം അന്നളുറു ഇലാ മാഇ സംസം, സംസം വെള്ളത്തിലേക്ക് നോക്കുന്നത് ഇബാദത്താണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംസം വെള്ളം കിട്ടിയാലേക്കും നോക്കണം കുറച്ചു നേരം. കരടുണ്ടോ നോക്കല്ല, അതെല്ലാ വെള്ളത്തിലേക്കും നോക്കണം, അത് കുടിക്കാനുള്ളതാ. സംസമിലേക്ക് നോക്കൽ ഒരു ഇബാദത്താണ്. അതുകൊണ്ടാണ് പഴയ കാലത്ത് സംസം കിണറുള്ള കാലത്തെ ഹജ്ജിന് പോരൊക്കല്ലേ, എത്ര ആൾക്കാരുണ്ട്. ആ കിണറ്റിലേക്ക് നോക്കലും തൊട്ടികൊണ്ട് കോരലും അതിൽ നിന്ന് അല്പമെടുത്ത് തലയിലൊഴിക്കലും ഒക്കെ സുന്നത്തല്ലേ. കുറച്ചു നേരം നല്ല ആൾക്കാരൊക്കെ നോക്കി നിൽക്കല്, ചാൻസ് കിട്ടുന്നവരെ നോക്കി നിൽക്കാണ്. എന്നാ കിട്ടുന്ന സംസമിലേക്ക് നോക്കലും ഇബാദത്താണ്. എത്ര ഇബാദത്ത് നോട്ടം കൊണ്ട്. ഇപ്പൊ എത്ര എണ്ണി? 5 എണ്ണിയോ? എന്നാ എണ്ണാണ്ടാവില്ല, 4 എണ്ണി അല്ലേ. 5-മത്തത് അന്നളുറു ഇലാ വജ്ഹിൽ ആലിം, ആലിമിന്റെ മുഖത്തേക്ക് നോക്കുന്നത് ഇബാദത്താണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നോട്ടൊക്കെ നോക്കാനാണ് അള്ളാഹു കണ്ണ് തന്നത്. ആ കണ്ണിൽ നിങ്ങൾ നോക്ക്, ഖുർആനിലേക്കുള്ള നോട്ടം വല്ലാത്ത സൗന്ദര്യമുള്ള നോട്ടമാണ്. അത് നമ്മുടെ ബ്രെയിൻ തകരാറ് വരാതെ സൂക്ഷിക്കാൻ, നമ്മുടെ ബുദ്ധിശക്തി ദ്രവിക്കാതിരിക്കാൻ, ആരോഗ്യശക്തിക്കൊരു കുറവും വരാതിരിക്കാൻ ഖുർആനിലേക്കുള്ള നോട്ടം ഉപകാരപ്രദമാകണം. എന്റെ ശബ്ദം ശവിക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഇനി നിങ്ങളെ വീടുകളിൽ ആരെങ്കിലും പ്രസവിച്ച് കിടക്കുന്നവരോ പ്രസവിക്കാൻ സമയമായവരോ ഉണ്ടെങ്കിൽ അള്ളാഹു അത്തരത്തിൽ ഗർഭിണികൾക്കൊക്കെ സുഖപ്രസവം നൽകുമാറാകട്ടെ. അപ്പൊ ഉണ്ട് ഉറപ്പായില്ലേ? അല്ല, സ്വാമി പറഞ്ഞു ഓരോരുത്തർ കുടുംബത്തിലുണ്ട്, അതൊരു കേസല്ല, നല്ലതാ. പക്ഷെ ആ ടൈം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈം ഖുർആനോത്ത് കേൾക്കുക. ആ കുട്ടിയും ആ ഉമ്മയും ഖുർആനോത്ത് കേൾക്കുമ്പോ അവരെ ശരീരത്തിൽ ഒരിക്കലും പിശാചിനെ തസല്ലുത്തോ അധികാരപ്പെടുത്താനുള്ള ചാൻസ് കുറയും. ഖുർആൻ എങ്ങനെ കേൾക്കട്ടെ. അറബികളെ കൂടെ ഒക്കെ വാഹനത്തിൽ പോയ എന്തൊരു സുഖ. നമ്മൾ വാഹനത്തിൽ കയറിയാൽ അവർ സ്വിച്ച് ഓൺ ചെയ്യും. ഖുർആനാണ് കേൾക്കാൻ എന്തൊരു ഹരാന്നറിയാം. സംസാരിക്കാൻ നമുക്കുണ്ട്, നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ ഒരു ബട്ടണം ഓർത്ത് നിർത്തും. പിന്നെ നമ്മൾ സംസാരം മൊബൈലെത്തി തീർന്നുണ്ട പിന്നെ അവർ ഓണാക്കും. നമ്മളെ നാട്ടിലൂടെ ഒരു വണ്ടി പോയാലോ പടച്ചോനെ പടക്കം വിടുന്ന മാതിരിയാണ്. അതിന്റെ കഥ പിന്നെ പറയാക്കാൻ നല്ലത്. എന്നാ ആ ചൊല്ലുന്ന പാട്ടുകൊണ്ട് ആ ഓടിക്കുന്ന ആക്കോ ഇരിക്കുന്ന ആക്കോ എന്തോ തിരിയുന്നുണ്ട്. എന്ത് തിരിയാനാ? അത് ഹിന്ദിയാണ് പറഞ്ഞത്. ഓൽക്ക് എന്ത് ഹിന്ദി? കുച്ചുബി മാലും നെയ്യേ ഒരു ഒലക്കി അറിയില്ല. പുറത്ത് കേക്ക് മുട്ടകനെ കേട്ട് തലങ്ങനെ മന്ദപ്പ് പിടിക്കാതല്ല ഒന്നുമില്ല. ഉറക്കം വരാത്തൊരു സലാമത്തുണ്ടാവും, വേറെ ഒന്നും അതുകൊണ്ട് കിട്ടൂല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, വിശുദ്ധ ഖുർആനിലേക്കുള്ള ഈ നോട്ടം എത്രമാത്രം വലിയ സൗന്ദര്യമാണ്. ചെറുതല്ലല്ലോ, ആ നോട്ടത്തിന്റെ കടമ്പ് ചെറുതല്ലല്ലോ. ഖുർആൻ ഷരീഫിലേക്കുള്ള നോട്ടം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏറെ നോക്കിയിരിക്കാം. ഓതാൻ കഴിയാത്തവരോട് പറയട്ടെ, ഓതുമ്പോ തെറ്റ് വരാന്നുള്ള വിഷമമുണ്ടോ? നോക്കിയിട്ടാണ് തീർത്തോളി.